ജീവിതം തകർന്ന് ദാരിദ്ര്യവും ഒറ്റപ്പെടലും ഡിപ്രഷനിലേക്ക് എത്തിച്ച പെൺകുട്ടിക്ക് നമ്മുടെ കുട്ടിക്കാലത്തെ സ്വപ്നങ്ങളെ കീഴടക്കാൻ സാധിച്ചതെങ്ങനെയെന്ന് അറിയാമോ? നിങ്ങൾ വിജയിക്കണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോവാന്റെ ജീവിതം തീർച്ചയായും നിങ്ങളെ സ്വാധീനിക്കും. ഇംഗ്ലണ്ടിലെ ഒരു സാധാരണ കുടുംബത്തിലെ ജോവാൻ എന്ന കൊച്ചു പെൺകുട്ടിക്ക് കഥകൾ ഇഷ്ടമായിരുന്നു. ആ 6 വയസ്സുകാരുടെ ആഗ്രഹം വലുതാകുമ്പോൾ വലിയ എഴുത്തുകാരിയാകാനാണ്. സ്കൂൾ പഠനകാലത്ത് അവൾ കഥകൾ എഴുതുമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ജോവാന് 25 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരണപ്പെട്ടു. അമ്മയുടെ മരണശേഷമുള്ള മാനസിക വിഷമങ്ങളിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിച്ച് ജോവാൻ പോർച്ചുഗലിലേക്ക് പോയി. അവിടെ ഒരു ഇംഗ്ലീഷ് അധ്യാപികയായി ജോലി ചെയ്യുന്ന അവസരത്തിലാണ് പോർട്ടോ നഗരത്തിലെ ഒരു ബാറിൽ വെച്ച് ജോർജ് അരാസ്റ്റസിനെ ആദ്യമായി കാണുന്നത്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു. സാഹിത്യത്തോടുള്ള ഇരുവരുടെയും താല്പര്യമാണ് അവരെ പ്രണയത്തിലേക്ക് എത്തിച്ചത്. 1992 അവർ വിവാഹം ചെയ്തു. അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു, ജെസീക്ക. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഡ്രഗ് അഡിക്റ്റായ ഭർത്താവ് ജോവാനെ ശാരീരികമായി ഉപദ്രവിക്കുകയും ജോവാൻ അയാളെ ഉപേക്ഷിച്ചു പോകാതിരിക്കാൻ അവൾ എഴുതിക്കൊണ്ടിരുന്ന നോവൽ അയാൾ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തു. തൻ്റെ നോവലിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ കൈയെഴുത്തു പ്രതി ഭർത്താവ് നശിപ്പിച്ചു കളയുമോ എന്ന ഭയത്താൽ ഓരോ ദിവസവും അവൾ കുറച്ചു പേജുകൾ വീതം രഹസ്യമായി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സൂക്ഷിച്ചിരുന്നു. ഒരിക്കൽ ഭർത്താവുമായി ഉണ്ടായ തർക്കത്തിനൊടുവിൽ അയാൾ ജോവാനെ വീട്ടിൽ നിന്നും ഫലമായി പുറത്താക്കി. പിന്നീട് പോലീസിന്റെ സഹായത്തോടെയാണ് അവൾക്ക് തൻ്റെ കുഞ്ഞിനെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചത്. കുഞ്ഞുമായി തെരുവിലേക്ക് ഇറങ്ങിയ ജോവാന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെറും 3 അധ്യായങ്ങൾ മാത്രം എഴുതിയ ആ കഥയുടെ കൈയെഴുത്തു പ്രതിയാണ്. എഡിൻബറോയിലേക്ക് തിരിച്ചെത്തിയ അവൾക്ക് സ്വന്തം കുഞ്ഞിന് ആഹാരം കൊടുക്കാൻ പോലും വഴിയില്ലാതെ ഗവൺമെന്റിന്റെ തുച്ഛമായ ധനസഹായം കൊണ്ട് കഴിയേണ്ടി വന്നു. കടുത്ത ഡിപ്രഷൻ മൂലം ആത്മഹത്യ ചെയ്യാൻ പോലും അവൾ ആലോചിച്ചു. തണുപ്പ് കാലത്ത് വീട്ടിൽ ഹീറ്റർ ഇടാൻ പോലും പണമില്ലാതിരുന്നതിനാൽ കുഞ്ഞിനെയും കൊണ്ട് അടുത്തുള്ള കഫേകളിൽ പോയിരിക്കും. കുഞ്ഞ് ഉറങ്ങുമ്പോൾ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ആ കഫേയിലെ ചൂടത്തിരുന്ന് അവൾ കഥ എഴുതി പൂർത്തിയാക്കി. ജോവാൻ തൻ്റെ നോവലുമായി 12 പ്രസാധകരെ സമീപിച്ചു. എന്നാൽ കുട്ടികൾക്ക് ഇത്തരം കഥകൾ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് അവർ നിരസിച്ചു. ഒടുവിൽ ലണ്ടനിലെ ബ്ലൂസ്ബെറി എന്ന ചെറിയൊരു പ്രസാധകർ അവളുടെ നോവൽ പബ്ലിഷ് ചെയ്യാമെന്ന് ഏറ്റെടുത്തു. അതിന് കാരണമായത് ബ്ലൂസ്ബെറിയുടെ ചെയർമാൻ്റെ 8 വയസ്സുകാരിയായ മകൾ ആ കഥയുടെ ആദ്യത്തെ അധ്യായം വായിച്ച് അടുത്ത അധ്യായം വായിക്കാൻ കാണിച്ച ആവേശമാണ് കുട്ടികൾ ഈ പുസ്തകം സ്വീകരിക്കുമെന്ന് ഉറപ്പിക്കാൻ കാരണമായത്. എന്നാൽ ബ്ലൂസ്ബെറി പ്രസാധകൻ ജോവാനോട് പറഞ്ഞു, കുട്ടികൾക്കുള്ള പുസ്തകങ്ങളിൽ നിന്ന് വലിയ വരുമാനം പ്രതീക്ഷിക്കരുത്, ഒരു സ്ഥിര ജോലി കണ്ടെത്തുന്നതാണ് നല്ലത്. അങ്ങനെ 1997 ആ പുസ്തകം പുറത്തിറങ്ങി. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഹോഗ്വേർട്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന പുസ്തകം എഴുതിയത് JK റൗളിംഗ് എന്നറിയപ്പെട്ട ജോവാൻ റൗളിംഗ് ആണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന എഴുത്തുകാരിയായി അവർ മാറി. ഏകദേശം $1.2 ബില്യൺ മുകളിലാണ് ജോവാന്റെ ആസ്തി. ഹാരി പോട്ടർ മൂവി കണ്ടതിന് ശേഷം നമ്മുടെ കുട്ടിക്കാലത്തെ ഡ്രീമായിരുന്നു മാജിക് വാണ്ട് കിട്ടാനും ഫയർ ബോൾട്ടിലിരുന്ന് ആകാശത്ത് പറക്കാനും ഇൻവിസിബിലിറ്റി ക്ലോക്ക് ഇട്ട് ഇൻവിസിബിൾ ആകാനും ഒക്കെ. നമ്മളെയൊക്കെ അത്ഭുത ലോകത്തേക്ക് എത്തിച്ച ഹോഗ്വേർട്സ് എക്സ്പ്രസ് ട്രെയിനും അവിടുത്തെ മൂവിംഗ് സ്റ്റെയർ കേസും നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സായ ഹാരി പോട്ടറും റോണും ഹെർമിയോണും ഒക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ മാന്ത്രിക ലോകത്തേക്ക് എത്തിക്കുക മാത്രമല്ല, ഒരു ജനറേഷനെ തന്നെ ഹാരി പോട്ടർ എന്ന കഥയുടെ അഡിക്റ്റാക്കി മാറ്റി. ലോകം മുഴുവൻ കൈവിട്ടിട്ടും തൻ്റെ സ്വപ്നത്തെ മുറുകെ പിടിച്ച JK റൗളിംഗ് പറഞ്ഞതോർക്കുക. We do not need magic to transform our world. We all carry all the power we need inside ourselves already. നമ്മുടെ ലക്ഷ്യം നേടാൻ പരിശ്രമിക്കുകയും സാധിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യണം. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ആ മാജിക് മൊമെന്റ് വരാനിരിക്കുന്നതേയുള്ളൂ. This is Selfie. Look into yourself and transform your life.